വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. Poppies Baby Skin Safe Dresses. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുഴയെടുത്ത പൊന്നോമനയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കുതിരപ്പുഴയിൽ മുങ്ങിമരിച്ച അബ്ദുൽ ഗഫൂറിന്റെ മകൻ ഐമിന്റെ മൃതദേഹം ഖബറടക്കി. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രിയപ്പെട്ടവന് അന്ത്യയാത്ര നൽകുവാൻ എത്തിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം. മകരവിളക്ക് ദിവസം മകരജ്യോതി സമയത്ത് ദീപജ്യോതി തെളിയിച്ച് BJPയുടെ പ്രതിഷേധം. നിലമ്പൂരിലും മേഖലയിലെങ്ങും ദീപജ്യോതി തെളിയിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കേണ്ടിയിരുന്ന ഫുട്ബോൾ മത്സരം അവസാന നിമിഷം മാറ്റിവെച്ചതിൽ വൻ പ്രതിഷേധം. വണ്ടൂർ, പോരൂർ, മമ്പാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയത്. വിശദമായ വാർത്തകളിലേക്കാണ്. ആദ്യം തന്നെ ദുഃഖകരമായ, വളരെ നാടിനെ അത്യന്തം സങ്കടത്തിലാക്കിയ ഒരു വാർത്തയിലേക്കാണ്. പുഴയിൽ മുങ്ങിയ സഹോദരനെ രക്ഷിക്കുവാൻ ഇറങ്ങിയ 11 വയസ്സുകാരന് ദാരുണാന്ത്യം. വണ്ടൂർ കൂരാട് മരുതത്ത് വീട്ടിൽ അബ്ദുൽ ഗഫൂറിന്റെ മകൻ ഐമിൻ ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമുണ്ടായ അപകടത്തിന് പിന്നാലെ ചികിത്സയിലായിരുന്ന ഐമിൻ ഇന്ന് രാവിലെയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇന്നലെ വൈകുന്നേരമാണ് കുടുംബത്തോടൊപ്പം കുതിരപ്പുഴ കാണാൻ പോയപ്പോൾ അപകടം സംഭവിച്ചത്. പുഴയിലിറങ്ങിയ സഹോദരനും മറ്റൊരു കുട്ടിയും അപകടത്തിൽപ്പെട്ടത് കണ്ട് അവരെ രക്ഷിക്കാനായി ഐമിൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നാൽ കുട്ടികളെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടെ ഐമിനും പുഴയിൽ മുങ്ങിത്താഴ്ന്നു. സമീപത്ത് കുളിക്കുവാനെത്തിയ നാട്ടുകാരാണ് ഉടൻ തന്നെ കുട്ടികളെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തത്. തുടർന്ന് വണ്ടൂരിലെ നിംസ് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും ഇന്ന് രാവിലെയോടെ ഐമിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പുഴയെടുത്ത പൊന്നോമനയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കുതിരപ്പുഴയിൽ മുങ്ങിമരിച്ച അബ്ദുൽ ഗഫൂറിന്റെ മകൻ ഐമിന്റെ മൃതദേഹം ഖബറടക്കി. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രിയപ്പെട്ടവന് അന്ത്യയാത്ര നൽകുവാൻ എത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകുന്നേരം 3 മണിയോടെയാണ് ഐമിന്റെ മൃതദേഹം പഠിച്ചിരുന്ന പനമ്പൊയിൽ GLP സ്കൂളിലെത്തിച്ചത്. പ്രിയപ്പെട്ട ലീഡറെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും അധ്യാപകരും എത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് ഉള്ളുകൊണ്ട് അത് താങ്ങാനായില്ല. തങ്ങളുടെ ഇടയിൽ എപ്പോഴും ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന ഐമിൻ നിശ്ചലനായി കിടക്കുന്നത് കണ്ടപ്പോൾ ആ സ്കൂൾ മുറ്റം കണ്ണീരിലമർന്നു. വിദേശത്തായിരുന്ന പിതാവ് അബ്ദുൽ ഗഫൂർ ഇന്ന് രാവിലെയോടെയാണ് എത്തിയത്. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിക്കുകയും തുടർന്ന് കൂരാട് ജുമാ മസ്ജിദിൽ ഖബറടക്കുകയും ചെയ്തു. കളിചിരികളും കുസൃതികളുമായി ഇനി ഐമിൻ
ആ സ്കൂൾ വരാന്തകളിൽ ഉണ്ടാകില്ല. എങ്കിലും ആ 4ാം ക്ലാസ്സുകാരൻ്റെ ഓർമ്മകൾ കൂരാട് ഗ്രാമത്തിൻ്റെ നൊമ്പരമായി എന്നും നിലനിൽക്കും. കണ്ണീർ പ്രണാമങ്ങളോടെ ഐമിന് നാട് യാത്ര നൽകി. വണ്ടൂരിൽ നിന്ന് തന്നെ മറ്റൊരു അപകട വാർത്തയാണ് ഇനി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മരം മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പൂങ്ങോട് ആലുങ്ങൽക്കുന്ന് താമസിക്കുന്ന പരേതനായ മാഞ്ചേരി കുഞ്ഞാൻ്റെ മകൻ അബ്ദുൾ ഗഫൂറാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. പൂങ്ങോട് ഐലാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടടുത്ത് മരം മുറിക്കുന്നതിനിടെ ദേഹത്ത് വീണാണ് അപകടം സംഭവിച്ചത്. വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അത്യന്തം വേദനാജനകമായ വാർത്തകളാണ് വണ്ടൂരിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കേണ്ടിയിരുന്ന ഫുട്ബോൾ മത്സരം അവസാന നിമിഷം മാറ്റിവെച്ചതിൽ വൻ പ്രതിഷേധം. വണ്ടൂർ, പോരൂർ, മമ്പാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള കായിക താരങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയത്. മത്സരങ്ങൾക്കായി വണ്ടൂർ VMC ഗ്രൗണ്ട് ഒരുക്കി. കോർട്ടുകൾ വരെ മാർക്ക് ചെയ്ത ശേഷമാണ് കളി മാറ്റിവെക്കുന്നതായി അറിയിപ്പ് ലഭിച്ചത്. കായിക താരങ്ങൾ കൃത്യമായ രേഖകളും എൻട്രി പാസുകളുമായി എത്തിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മത്സരങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രതിനിധികൾ കൃത്യമായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും തൃക്കലങ്ങോട് പഞ്ചായത്ത് തയ്യാറെടുപ്പുകൾ പൂർത്തിയാകാത്തതിനാലാണ് മത്സരം മാറ്റിയതെന്ന് താരങ്ങൾ ആരോപിക്കുന്നു. ജോലിയും പഠനവും വരെ മാറ്റിവെച്ചാണ് താരങ്ങൾ മത്സരത്തിനായി എത്തിയത്. എന്നാൽ ഇവരുടെ സമയത്തിന് യാതൊരു വിലയും നൽകാത്ത നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മത്സരം മാറ്റിവെച്ചതിനെക്കുറിച്ച് കൃത്യമായ മറുപടി നൽകാതെ അധികൃതർ ഗ്രൗണ്ടിൽ നിന്നും ഒഴിഞ്ഞു പോയതായും താരങ്ങൾ ആരോപിച്ചു. നമ്മൾ ഞാൻ ഇപ്പോൾ ഒരു പഞ്ചായത്ത് റെപ്രസെന്റേറ്റീവ് സംസാരിക്കുന്നത്, ഇവൻ വണ്ടൂർ പഞ്ചായത്തിന്റെ റെപ്രസെന്റേറ്റീവ് സംസാരിക്കുന്നത്. നമ്മൾ ഇതായിരുന്നു രജിസ്ട്രേഷൻ ഫോം കാര്യങ്ങൾ. ഇത് ഓരോ ടീമിൽ എൻട്രി പാസ് ആണ്. അപ്പം നമ്മൾ റൂൾ പ്രകാരം, നോംസ് പ്രകാരം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് കണ്ട് നമ്മളെ പ്ലേയേഴ്സിന് എല്ലാം രജിസ്റ്റർ ചെയ്ത ഫോമും കാര്യങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തൃക്കലങ്കോട് എന്ന പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഈ കളി തന്നെ അവർ മാറ്റിവെച്ചു. ബാക്കിൽ ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രൗണ്ടിൽ ഫുള്ള് റെഡിയാണ്, ഫുള്ള് കോർട്ട് വരച്ചിട്ടുണ്ട്, നമ്മൾ കളിക്കാൻ റെഡിയാണ്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ കാരണം മൂലം തൃക്കലങ്കോട് പഞ്ചായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ കളി തന്നെ മൊത്തത്തിൽ മാറ്റി വെച്ചിട്ട് അടുത്ത ഡേറ്റിലേക്ക് മാറ്റിയാണ് നമ്മൾ അറിയിച്ചത്. പക്ഷെ നമ്മൾ ഇനി വരുന്ന ഒരു ഡേറ്റ് നമ്മൾ ഉണ്ടാവും ഇല്ലെന്ന കാര്യം ഞങ്ങൾ കൂടെ സംശയമാണ്. നമുക്കിതിപ്പോ ആൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ കളിക്കാൻ റെഡി വന്ന സമയത്ത് ഇവരെ കുറെ ഇഷ്യൂസും കാര്യങ്ങൾ കൊണ്ട് ഒരു പഞ്ചായത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം. ഇത് ഓരോ പ്ലേയേഴ്സിന്റെ പേരുണ്ട് ഇതിൽ, ഓരോ പ്ലേയേഴ്സിന്റെ ഫോട്ടോസ് ഉണ്ട് ഇതിൽ. അപ്പൊ ഇങ്ങനെയാണ് കളികൾ നടത്തേണ്ടത്. അപ്പൊ അവര് തൃക്കലങ്കോട് പഞ്ചായത്തിന്റെ കയ്യിൽ ഇതില്ല. അതുകൊണ്ട് മൊത്തത്തിൽ കളി മാറ്റിവെക്കേണ്ട സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ അത്ര നമ്മളെ സംതൃപ്തി ഇതിൽ അറിയിക്കാണ്. ലൈക്ക് നമ്മൾ ഇതിലൂടെ ഒരിക്കലും അനുയോജിച്ച് പോകുന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ഞാൻ വണ്ടൂർ പഞ്ചായത്തിന്റെ റെപ്രസെന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ ഫുൾ രജിസ്ട്രേഷൻ ഞങ്ങൾ കഴിഞ്ഞതാണ്. ഈ തൃക്കലങ്കോട് പഞ്ചായത്തിന്റെ അത് റെഡി ആയിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം അത് ഓർക്ക് ഡേറ്റ് അറിയിക്കാതെ ഓരോ പഞ്ചായത്തിന്റെ മോശം. ഞങ്ങൾ കറക്റ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ പ്ലേയേഴ്സ് പണിയും ക്ലാസ്സും കാര്യങ്ങളും സ്കൂളും കാര്യങ്ങളും ലീവാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് ഓല് ഞങ്ങളെ, അതായത് ഞങ്ങൾ റൂൾ പ്രകാരം എല്ലാം ചെയ്ത് ഞങ്ങളെ പരിഗണിക്കാതെ ഒന്നും ചെയ്യാത്ത പോലെ വാക്ക് കേട്ടിട്ട് കളി ഒറ്റയ്ക്ക് മാറ്റി വെച്ചിട്ട് ഓല് ഞങ്ങളോടൊരു മറുപടിയും തന്നിട്ടില്ല. നേരെ ഇവിടുന്ന് പോയിക്കാണ്. ഞങ്ങൾക്കൊരു മറുപടിയോ ഞങ്ങളെ വാക്കിനൊരു വില തന്നിട്ടില്ല. ഓല് പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ഒരു വിലയും തരാതെ ഓല് ഇവിടുന്ന് ഇറങ്ങിയേ പോയി. അതവിടെ ഉണ്ടായത്. രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാത്ത ഒരു പഞ്ചായത്തിനെ സഹായിക്കാൻ വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഒത്തുകളിക്കുന്നുവെന്നാണ് കായിക താരങ്ങളുടെ പരാതി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ കടുത്ത അതൃപ്തിയിലാണ് മേഖലയിലെ കായിക താരങ്ങൾ. വരും ദിവസങ്ങളിൽ മത്സരം നടത്തിയാൽ അതിൽ പങ്കെടുക്കുവാൻ പലർക്കും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും താരങ്ങൾ വ്യക്തമാക്കുന്നു. LDFും UDFും ശബരിമലയിൽ കൊള്ള നടത്തുകയാണെന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി മകരവിളക്ക് ദിനത്തിൽ നിലമ്പൂരിൽ BJP മകരജ്യോതി തെളിയിച്ചു. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മകരവിളക്ക് സമയത്ത് തന്നെ മകരജ്യോതി തെളിയിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് TK അശോക് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ശാമുവേൽ, മണ്ഡലം പ്രസിഡന്റ് വിനീഷ് T, മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ വെളിയാട്ടിൽ, ചന്തക്കുന്ന് ഏരിയ പ്രസിഡന്റ് കുട്ടൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ.
26-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക. 27-ാം തീയതി രാവിലെ 8 മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 5 മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം. ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം. 7 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി. തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്തനൃത്യങ്ങൾ. 28-ാം തീയതി വൈകുന്നേരം 6:30 സർപ്പബലി. 7 മണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി. തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ്. 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം. 11 മണിക്ക് പ്രസാദവൂട്ട്. 11:30 ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി PV നിലമ്പൂർ. തുടർന്ന് KV ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. തുടർന്ന് നാദാർച്ചന ഭജൻ സുരുക്കുന്ന ഭക്തിഗാനസുധ. 2:30 ഫറോക്ക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം. വൈകുന്നേരം 4 മണിക്ക് പാണ്ടിമേളം, കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പാണ്ടിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ. മേളപ്രമാണിയായി 51-ൽ പരം വാദ്യകലാകാരന്മാർ. രാത്രി 9 മണിക്ക് ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. കുറഞ്ഞ നിരക്കിൽ ആവശ്യ മരുന്നുകളോടെ നീതി മെഡിക്കൽസ്. നൂതന സാങ്കേതിക വിദ്യയിലൂടെ വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ കൃത്യമായ റിസൾട്ടുമായി നീതി മെഡിക്കൽ ലാബ്. വിത്ത് മുതൽ കൊയ്ത്തു വരെ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ലഭ്യമാക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ്. അഗ്രിമാർട്ട് കർഷക സേവന കേന്ദ്രം. അഗ്രിമാർട്ടിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് കാർഷിക യന്ത്രങ്ങൾക്ക് 30% വരെ വിലക്കുറവ്. അതും തവണ വ്യവസ്ഥയിൽ. താലൂക്കിലെ മുഴുവൻ കർഷകർക്കും വായ്പാ സൗകര്യം. കാർഷിക യന്ത്രങ്ങൾ സർവീസ് ചെയ്യുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അഗ്രി വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. വർദ്ധിച്ചു വരുന്ന കറന്റ് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി KM സോളാർ വേൾഡിൽ പരിഹാരമുണ്ട്. 8 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും 3 കിലോവാട്ട് മുതൽ 100 കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ.
ഇൻസ്റ്റാൾ ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള KM സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിവ് ഫാസ്റ്റ്, ലിവ് ഗാർഡ്, അദാനി, ലൂമിനസ്, വി ഗാർഡ്, വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, ബൈഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ്. MNRE, KSCB എന്നിവയുടെ അപ്രൂവലുള്ള KM സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവെർട്ടറും ബാറ്ററിയും, ലിഥിയം ബാറ്ററി എന്നിവയും KM സോളാറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KM സോളാർ വേൾഡ്, കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ. Poppies Baby Skin Safe Dresses. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 10 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. You were right, you were right, you were right. You were right, you were right, you were right. Don't wanna fight, fight, fight. Cause you were right, right, right. Fashion ranging from rupees 19 to rupees 999. Atlas Fashion, now at Minerva Padi, Nilambur. വാർത്തകൾ തുടരുന്നു. പ്രിയ പ്രേക്ഷകരെ, നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 2026-27 അധ്യയന വർഷം മുതൽ ഇൻ്റഗ്രേറ്റഡ് BEd ആരംഭിക്കും. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിൽ ആണ് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കോഴ്സുകൾക്ക് അനുമതി നൽകിയത്. മികച്ച ബഹുമുഖ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിൽ ഈ അംഗീകാരം നൽകുന്നുള്ളൂ എന്നതാണ് പ്രത്യേകത. അമൽ കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഐടപ്പ് അനുമതി ലഭിച്ചത്. ഇത് കോളേജിന് ഇരട്ടി നേട്ടമാണ്. +2 പാസ്സായ വിദ്യാർത്ഥിക്ക് 4 വർഷം കൊണ്ട് ബിരുദവും BEdും ഒന്നിച്ച് കരസ്ഥമാക്കാം. BA BEd, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, അറബിക്, BSc BEd, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, BCom BEd എന്നീ കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചത്. 2026 ജൂണിൽ പ്രവേശന നടപടികൾ ആരംഭിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സിന് അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ എയ്ഡഡ് സ്ഥാപനമാണ് നിലമ്പൂർ അമൽ കോളേജ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് അധ്യാപകരുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ITEP കോഴ്സുകൾ മൾട്ടി
ഡിസിപ്ലിനറി സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലാണ് ITEP ആരംഭിച്ചത്. 2025 മുതൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത സ്വകാര്യ കോളേജുകൾക്കും ഈ കോഴ്സ് ആരംഭിക്കുവാൻ അനുമതി ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച പഠനവും വിദ്യാഭ്യാസ ഗുണനിലവാരവും രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ അമൽ കോളേജ്. കോളേജുകളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ അമൽ കോളേജിന് A++ ആണ് ലഭിച്ചത്. ഏറ്റവും ഉയർന്ന ഗ്രേഡും 4ൽ 3.59 പോയിന്റും അമൽ കോളേജ് സ്വന്തമാക്കി. ഇതോടെ അമൽ കോളേജ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മലപ്പുറം ജില്ലയിൽ 1ാം സ്ഥാനത്തും കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ 4ാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ 12ാം സ്ഥാനത്തും എത്തി. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് നല്ല സഹായം ചെയ്തിട്ടുണ്ട്. 10-20 കോടി റുപ്യോളം നമുക്ക് ഈ PMJVK പദ്ധതി മുഖേന ഒരു ഗേൾസ് ഹോസ്റ്റലും ഒരു സ്കിൽ സെൻറ്ററും അതിന് 2 ബിൽഡിങ്ങിന് കേന്ദ്ര ഗവൺമെൻറ് 19 കോടി റുപ്യ തന്നു. അത് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 1.25 കോടി റുപ്യ തന്നു. അങ്ങനെ രണ്ടും അടുത്ത ഓപ്പനിങ്ങിൽ നമുക്ക് ഈ പറഞ്ഞ 3 ഇയർ കോഴ്സ് 4 ഇയർ ആയതുകൊണ്ട് കുട്ടികൾക്ക് സീറ്റ് ക്ലാസ് റൂം വേണം. ഈ പുതിയ ITEP കോഴ്സിന് വേണം. പുതുതായിട്ട് നമ്മൾ ഈ സെൽഫ് ഫൈനാൻസ് മേഖലയിൽ നമ്മൾ BBA BCom അഡീഷണൽ ബാച്ചും കൂടി നമ്മൾ പ്രാവശ്യം തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്ക് 1800ഓളം കുട്ടികളുണ്ട്. അപ്പോൾ ഈ അടുത്ത വർഷത്തോടു കൂടി അത് വീണ്ടും 2000+ സ്റ്റുഡൻസായി മാറും. അപ്പോൾ അതിനുള്ള ബേസിക് സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ പരമാവധി നമ്മളൊക്കെ കുട്ടികൾക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളൊക്കെ ലാബാണെങ്കിലും മറ്റ് സൗകര്യങ്ങളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നല്ലൊരു ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ കായിക രംഗത്ത് സാധാരണഗതിയിലുള്ളതിനൊക്കെ അപ്പുറം കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് നമുക്ക് വലിയ നാഷണൽസും അതേമാതിരി സോണലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. NAC പരിശോധനയുടെ 2ാം ഘട്ടത്തിൽ A++ നേടുന്ന ആദ്യ കോളേജ് എന്ന സ്ഥാനവും അമൽ കോളേജ് കരസ്ഥമാക്കി. എയ്ഡഡ് മേഖലയിൽ 8 ബിരുദ കോഴ്സുകളിലും 1 ബിരുദാനന്തര കോഴ്സിലും സ്വാശ്രയ വിഭാഗത്തിൽ 3 ബിവോക് കോഴ്സുകളിലും ഇംഗ്ലീഷ് ഗവേഷണ വിഭാഗത്തിലുമടക്കം 1800-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. കൂടാതെ പ്രൊഫഷണൽ UG കോഴ്സുകളായി BCom പ്രൊഫഷണൽ, BBA, എൻ്റർപ്രണർഷിപ്പ് എന്നിവയും 2026 അധ്യയന വർഷം ആരംഭിക്കും. ഇംഗ്ലീഷിന് പുറമെ കൊമേഴ്സ്, എക്കണോമിക്സ്, സൈക്കോളജി, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗങ്ങളിലും ഗവേഷണത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ കോഴ്സുകളിലും അനാഥർക്കായി 20% സീറ്റ് സംവരണം ചെയ്ത രാജ്യത്തെ ഏക കോളേജും അമൽ കോളേജാണ്. 350ഓളം അനാഥ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ള ചാലിയാർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അമൽ കോളേജിൽ ചോലനായ്ക്കർ ഉൾപ്പെടെ 15ഓളം ആദിവാസി വിദ്യാർത്ഥികളും പഠനം നടത്തുന്നുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഖത്തർ, ദുബായ്, സൗദി അറേബ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും സേവനമനുഷ്ഠിച്ചു. കലാകായിക മേഖലയിൽ ഏറെ മികവാർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കോളേജിനായി. സംസ്ഥാനത്തെ മികച്ച കോളേജുകൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ എക്സലൻഷ്യ പുരസ്കാരവും അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് ലഭിച്ചു. പ്ലേസ്മെന്റിലും അമൽ കോളേജ് മുൻനിരയിലാണ്. ദുബായ് ഗോൾഫ്, മെയ്താൻ ഗ്രാൻഡ് സ്റ്റാൻഡേർഡ്, മദീനത്ത് ജുമൈറ, വൺ ആൻഡ് ഒള്ളി, റോയൽ മിറാജ്, JW മാരിയറ്റ്, ബർഹൈൻ ഫർഹാൻ ടവേഴ്സ്, MR ഗ്രൂപ്പ്, ഖത്തർ എയർവേസ് തുടങ്ങി മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ ലോകോത്തര ബ്രാൻഡുകളുമായി അമൽ കോളേജിന് പ്ലേസ്മെന്റ് ധാരണാപത്രമുണ്ട്. ഫിഫ അറബ് കപ്പിലും ഫിഫ വേൾഡ് കപ്പിലും ലോക പ്രശസ്തമായ ദുബായ് കുതിരയോട്ട മത്സരങ്ങളിലും ഗോൾഫ് മത്സരങ്ങളിലും അമൽ കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. 101 തരം പത്തിരികൾ നിർമ്മിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അമൽ കോളേജ് ഇടം നേടിയിട്ടുണ്ട്. NSS സംസ്ഥാന അവാർഡുകളും അസാപ്പ് 5 സ്റ്റാർ പദവിയും അമൽ കോളേജ് കരസ്ഥമാക്കിയിട്ടുണ്ട്. രാജ്യസഭാംഗം PV അബ്ദുൾ വഹാബ് ചെയർമാനും PV അലി മുബാറക്ക് മാനേജറുമായ അമൽ കോളേജ് നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് പ്രിൻസിപ്പൽ പ്രൊഫസർ KP മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപക നിര തന്നെ അമൽ കോളേജിലുണ്ട്.
മാധ്യമ സംഗമത്തിൽ അമൽ കോളേജ് ചെയർമാൻ PV അബ്ദുൾ വഹാബ് MP, പ്രിൻസിപ്പൽ പ്രൊഫസർ KP മുഹമ്മദ് ബഷീർ, കോളേജ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ T ഷമീർ ബാബു, അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ N ഷിഹാബുദ്ദീൻ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ PM അബ്ദുൾ സാക്കിർ, IQAC കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി, അധ്യാപകരായ ഡോക്ടർ C ഷിഹാബുദ്ദീൻ, ഡോക്ടർ നാഫിക് ചെരപ്പുറത്ത്, S അനുജിത്ത് എന്നിവർ പങ്കെടുത്തു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി വാണിയമ്പലം പാലിയേറ്റീവ് കെയറിൽ പുതിയ ജനപ്രതിനിധികൾക്കുള്ള സംഗമം സംഘടിപ്പിച്ചു. പ്രതിനിധി സംഗമം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയും ഏകദേശം 500 പേരും വരും. ഇവിടെ 200, അതേമാതിരി തൊട്ടടുത്ത പാലിറ്റിയിലുണ്ട് ഇതേമാതിരി 200 പേരും ആളുകൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2 പാലിറ്റിയിലും വരുന്നതാണ് വണ്ടൂരിന്റെ പുറമെ. അതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ പറ്റി അറിയും. എങ്കിലും ഇപ്പൊ ഈ പാലിറ്റി കമ്മിറ്റി തന്ന ഇത് പ്രകാരം പഞ്ചായത്തിന് എന്താണോ ഇതിലേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിച്ചിട്ട് രോഗികൾക്കുള്ളതാണോ എന്താണോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൂടി ആലോചിച്ച് തീരുമാനം. അത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഞങ്ങൾ ഈ 24 ഭരണസമിതി അംഗങ്ങളിൽ പിന്തുണ ഈ പാലിറ്റിനുണ്ടാവും. അതിപ്പോ അങ്ങനെ ഒരു വെറും വാക്കായിട്ടല്ല, ഇതൊരു കാരുണ്യ പ്രവർത്തനം ആണ് പാലിക്കുക. അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞ് ഉദ്ഘാടനം അറിയിക്കുന്നു. നമസ്കാരം. സാർവത്രിക പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശം പ്രാദേശിക തലത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സംഗമം നടത്തിയത്. നൌഫൽ ബാബു EK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നവാസ് CK അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം T ഉമ്മർകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിറാജ് തുള്ളിശ്ശേരി, KM പ്രസീദ, C അബ്ദുൾ കബീർ, U സച്ചിദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. N ഉണ്ണികൃഷ്ണൻ, P ലിയാഖത്ത് അലി, ജയ്സൽ എടപ്പറ്റ, ഗഫൂർ മോയിക്കൽ, നഴ്സുമാരായ റാഷിദ മാട്ടക്കുളം, ഫസ്ല പോത്തുകല്ല് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വേഗത്തിൽ നോക്കി വരാം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുഴയെടുത്ത പൊന്നോമനയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കുതിരപ്പുഴയിൽ മുങ്ങിമരിച്ച അബ്ദുൽ ഗഫൂറിന്റെ മകൻ ഐമിന്റെ മൃതദേഹം ഖബറടക്കി. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രിയപ്പെട്ടവന് അന്ത്യയാത്ര നൽകുവാൻ എത്തിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം. മകരവിളക്ക് ദിവസം മകരജ്യോതി സമയത്ത് ദീപജ്യോതി തെളിയിച്ച് BJPയുടെ പ്രതിഷേധം. നിലമ്പൂരിലും മേഖലയിലെങ്ങും ദീപജ്യോതി തെളിയിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കേണ്ടിയിരുന്ന ഫുട്ബോൾ മത്സരം അവസാന നിമിഷം മാറ്റിവെച്ചതിൽ വൻ പ്രതിഷേധം. വണ്ടൂർ, പോരൂർ, മമ്പാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ പ്രാദേശിക വാർത്തകൾ 1TV ന്യൂസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാർത്തകളുടെ വിശദാംശങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ എന്നിവ 1TVയുടെ വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Fashion ranging from ₹19 to ₹999. Atlas Fashion, now at Minerva Padi, Nilambur. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. Poppies Baby Skin Safe Dresses. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.